എക്സ്ക്യൂസ് മീ മാം, ഇന്നെങ്ങോട്ടാ? ഒരു കുഞ്ഞു ഡിന്നർ. റെഡിയായോ? യാ. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഫാമിലി ആയിട്ടൊന്ന് പുറത്തു പോകാനായിട്ട് തീരുമാനിച്ചു. വീട്ടിലുള്ള എല്ലാവരുടെയും സമയം ഒത്തു വരുമ്പോഴത്തേക്കും വൈകിട്ടാവും. എന്നാൽ പിന്നെ നമുക്കൊരു ഡിന്നർ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഡിന്നറിനായിട്ട് എത്തുന്നത് വേറെ എവിടെയല്ല, കൊല്ലം സീപ്പേൾ ഹോട്ടലിലുള്ള ഒപ്ലൻസിലായിരുന്നു കേട്ടോ. ഈ സ്ഥലം ശരിക്കും ഞങ്ങൾക്കൊരു സർപ്രൈസിങ് ആയിരുന്നു. ചേട്ടൻ്റെ ഐഡിയ ആയിരുന്നു ഈ ഒരു പ്ലേസ്. ഇൻസ്റ്റഗ്രാം റീൽസൊക്കെ കണ്ട റെഫറൻസ് വെച്ചിട്ടായിരുന്നു ഈ സ്ഥലം ഞങ്ങൾ ചൂസ് ചെയ്തത്. കയറി വരുമ്പോൾ തന്നെ ഇവിടുത്തെ ആംബിയൻസ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ആകെ വണ്ടറായിപ്പോയി. എല്ലാ ഹോട്ടൽസിലെയും പോലെ നമുക്ക് പ്രൈവറ്റ് ആയിട്ടൊന്ന് ഫുഡ് കഴിക്കാനുള്ള സ്പേസസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ സ്പേസ് ഒരു ഹട്ടാണെന്ന് മാത്രം. ഈ ഹട്ടിലിരുന്ന് പ്രൈവറ്റ്ലി ഫുഡ് കഴിക്കാൻ മാത്രമല്ല, ഓഫീസ് മീറ്റിങ്ങിനും കോൺഫറൻസിനും ഒക്കെ പറ്റിയ സ്പേസ് തന്നെയാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങളും അതിലൊരു ഹട്ട് ചൂസ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഒരു കൂടാരത്തിനകത്ത് ഒരു മൂൺ ലൈറ്റിന് താഴെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന പോലെ ഉണ്ടാവും അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ. ഫുഡിനേക്കാൾ കൂടുതൽ എനിക്കിവിടുത്തെ ആംബിയൻസ് ഒരുപാട് ഇഷ്ടമായത്. ശരിക്കും പറഞ്ഞാൽ ഫണ്ണടിച്ച് ഫുഡ് അടിക്കാൻ പറ്റിയ ഒരു സ്പേസാണ്. അങ്ങനെ QR കോഡ് സ്കാൻ ചെയ്ത് നമ്മളിത് മെനു ഒക്കെ നോക്കിയപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള പല പല ഡിഷസ്, കേരള സ്റ്റൈലും ഇൻ്റർനാഷണൽ സ്റ്റൈലും ചൈനീസും ഒക്കെ ആയിട്ടുള്ള പല പല സാധനങ്ങൾ. അങ്ങനെ തിരക്കിയിട്ടില്ലാത്ത കുറച്ച് ഡിഷസൊക്കെ സെലക്ട് ചെയ്ത് ഞങ്ങൾ ഓർഡർ കൊടുത്തു. ഞങ്ങൾ തലപൊകഞ്ഞ് ഫുഡൊക്കെ കണ്ടുപിടിച്ച് ഓർഡർ കൊടുക്കുമ്പോഴേക്കും അമ്മ ആമിക്കുട്ടൻ അവിടെ നോൺ സ്റ്റോപ്പ് കളിയിലായിരുന്നു. അങ്ങനെ ഓർഡർ കൊടുത്ത ശേഷം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഫുഡിങ് എത്തി. ആദ്യം തന്നെ നമ്മൾ 4 ഫ്ലേവേഴ്സിൽ വരുന്ന കോക്ടെയിൽസ് ആയിരുന്നു പറഞ്ഞിരുന്നത്. സ്ട്രോബെറി, അവക്കാഡോ, പൈനാപ്പിൾ, പോംഗ്രനേറ്റ്, അങ്ങനെ 4 ഫ്ലേവേഴ്സിൽ വരുന്ന സാധനങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് ഒട്ടും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല, അപ്പോഴേക്കും നമ്മുടെ ഫുഡിങ് എത്തി. ഒരു ലോഡ് ഫ്യൂഷൻ ഫുഡ് മെനൂസ് ഇവർ പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിലെ കുറച്ച് ഐറ്റംസാണ് ഞങ്ങൾ ഇവിടെ ട്രൈ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം വേറൊന്നുമല്ല, നമുക്കിവിടെ പ്രൈവസി മാത്രമല്ല ലക്ഷറി ഡൈനിങ്ങും ഒരുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ഉണ്ടെങ്കിലും ആമിക്കുട്ടന് കുറുക്ക് തന്നെയാണ് ശരണം. അങ്ങനെ അവൾക്ക് കുറുക്കൊക്കെ കൊടുത്ത ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഞാൻ പൊതുവെ ഒരു സൂപ്പ് ലവർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും നോക്കാതെ സൂപ്പ് തന്നെ എടുത്തു. ഞാൻ കഴിച്ചിട്ടുള്ളതിലും ഡിഫറെൻ്റ്ലി ആയിട്ടുള്ള സൂപ്പായിരുന്നു ഇത്. ഒരു മസാല സൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നീണ്ട നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പെരുമ്പാമ്പിനെ വിഴുങ്ങിയ പോലെ 3 സൈഡിലും ആൾക്കാർ ഇരിപ്പുണ്ട്. ആംബിയൻസിൻ്റെ കാര്യത്തിലും ഫുഡിൻ്റെ കാര്യത്തിലും ഞാനിവിടെ 10 on 10 ആയിരിക്കും റേറ്റിംഗ് കൊടുക്കുക. അങ്ങനെ ഫുഡ് ടീം അതിൻ്റെ കൂടെ ആമിക്കുട്ടൻ്റെ ചെറിയ ചെറിയ വികൃതികളൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങളൊരു നൈറ്റ് ഷോപ്പിങ്ങിന് പോകാനായിട്ട് നേരെ ക്വിക്സയിലായിരുന്നു കേട്ടോ പോയത്. ആമിക്കുട്ടൻ്റെ ചെറിയ വികൃതി കാരണം അവളെ ഇന്ന് ഞാൻ കങ്കാരു ബാഗിലാക്കിയിട്ടുണ്ട്. ഷോപ്പിംഗ് എനിക്കല്ല, കൂടെ വന്ന 3 പേർക്കാണ്. എനിക്കും ആമിക്കുട്ടനും ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കലാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. അങ്ങനെ വയറ് നിറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഇനി ഇവിടെ നിന്നും ട്രൈ ചെയ്യാനായിട്ട് നിന്നില്ല. വാങ്ങിക്കാനുള്ള സാധനങ്ങളുടെ കുറച്ച് നീണ്ട ലിസ്റ്റായിരുന്നു അവരുടെ 3 പേരുടെയും കയ്യിൽ. അങ്ങനെ അവരെ തിരക്കിട്ട് ഷോപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനും എൻ്റെ കുഞ്ഞി കങ്കാരി അവിടെ സൈഡിൽ മാറി നിന്ന് ഇതൊക്കെ കണ്ടുകൊണ്ട്